താലി. രചനാവതരണം നന്ദു അച്ചു കൃഷ്ണ. ബിഗ് ഷോപ്പറിലേക്ക് ഫ്ലാസ്കും പാത്രങ്ങളും എടുത്തു വെക്കുന്നതിനിടയിലും മിത്തുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇടയ്ക്കിടെ അത് തുടച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നീ അവളെ നോക്കിയിരിക്കാതെ ഈ കഞ്ഞി കുടിക്കും ശ്രീമോളെ. അതൊരു തവണ ഒഴുകി തുടങ്ങിയാൽ മിനിമം ഒരു പുഴയെങ്കിലും ഉണ്ടാക്കാതെ പിന്മാറില്ലെന്ന് നിനക്കറിയാലോ. സ്പൂണിലെ കഞ്ഞി ശ്രീകുട്ടിയുടെ വായിലേക്ക് വെച്ചുകൊണ്ട് ശ്രീ ഒരു കണ്ണ് ചിമ്മിക്കാണിച്ചതും ശ്രീകുട്ടി ചിരിച്ചുപോയി. പയ്യനെ ചിരിക്കടി, അല്ലെങ്കിൽ അവൾ എന്റെ ജീവൻ എടുക്കും. ഓ, അപ്പൊ പേടിയുണ്ട്. ഏയ്, എനിക്കോ? എങ്കിൽ പിന്നെ അവളോട് പറയട്ടെ ഏട്ടൻ അവളെ കളിയാക്കുന്നു. എടി പൊടിക്കുപ്പി, നീ എന്റെ ജീവൻ എടുപ്പിക്കുമല്ലേ? മിത്തു നിൽക്കുന്നിടത്ത് നോക്കി ശ്രീകുട്ടൻ അവളെ കണ്ണുരുട്ടി. അതോടെ കണ്ടതും ശ്രീകുട്ടിക്ക് ചിരി അടക്കാൻ പറ്റിയില്ല. അവൾ ഉറക്കെ ചിരിച്ചതും തലയിലെ സ്റ്റിച്ച് വലിഞ്ഞ് ചെറുതായി ചോര പൊടിച്ച് ഒപ്പം വേദനയും നന്നായിട്ടെടുത്തു. ആ! ശ്രീ തലയിൽ കൈവച്ച് കരഞ്ഞതും ചുറ്റും നിന്ന് എല്ലാവരും അവൾക്കരികിലേക്ക് ഓടിയെത്തി. ശ്രീമോളെ, ശ്രീകുട്ടി, ശ്രീയെ. ഒരു നിമിഷം കൊണ്ട് അവളുടെ പേര് ആ മുറിയിൽ പലതവണ തട്ടിത്തെറിച്ച് നിലത്ത് വീണുടഞ്ഞു. ശ്രീകുട്ടി തലയിൽ കൈവച്ചുകൊണ്ട് തന്നെ ചുറ്റുമുള്ളവരെ നോക്കി. ശ്രീകുട്ടൻ, മിത്തു, സതിയമ്മ, നിവിച്ചൻ, ജെസി ആന്റി, എല്ലാവരുടെ കണ്ണിൽ പേടിയും സങ്കടവും ആകുലതയും. എന്തു പറ്റിടാ? എന്താ? അറിയില്ലമ്മേ, സ്റ്റിച്ച് വലിഞ്ഞെന്ന് തോന്നി. അതിപ്പോ വലിയാൻ മാത്രം എന്തുണ്ടായി? നീ തല അനക്കിയോ? സതിയമ്മ ശ്രീകുട്ടനെ സഹിയെ മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ ഇല്ലെന്ന് തലയാട്ടിയപ്പോൾ അവള് അതേന്ന് തലയാട്ടി. ഈ കുരുപ്പ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് ഇവിടെ നിന്ന് പോകൂ. ശ്രീ ചിറഞ്ഞുകൊണ്ട് സഹിയെ ഒന്ന് നോക്കി. അവള് വെളുക്കെ ചിരിച്ചുകൊണ്ട് അവിടെ കിടപ്പുണ്ട്. ശ്രീയേട്ടൻ ആ കഞ്ഞി തന്നെ, മതി കൊടുത്തത്, ഞാൻ കൊടുത്തോളാം. മിത്തു അവന്റെ കയ്യിൽ നിന്നും കഞ്ഞി വാങ്ങാൻ തുടങ്ങിയതും നിവി അത് വാങ്ങിക്കഴിഞ്ഞിരുന്നു. കുറച്ചു മുന്നേ അവൾക്കൊരു ഇഞ്ചക്ഷൻ വന്നപ്പോൾ മോങ്ങാൻ തുടങ്ങിയോളല്ലേ നീ. അതുകൊണ്ട് ഇത് ഞാൻ ചെയ്തോളാം. അമ്മ ഇവിടെ ഇരുന്നോ അമ്മേ. ജെസി ആന്റി കുഞ്ഞുണ്ണിക്ക് ആ സെർലാക്ക് ഒന്ന് കൊടുത്തേക്കണേ. അത്രയും പറഞ്ഞ് നിവി ആദ്യത്തെ സ്പൂൺ ശ്രീകുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അമ്മേ, പാലിന്റെ ചൂട് നോക്കിക്കോണേ, എന്നിട്ട് കുപ്പിയിൽ ഒഴിച്ചാൽ മതി. കുഞ്ഞുണ്ണിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിവി പാത്രത്തിലുണ്ടായിരുന്ന പൊടിയരിക്കുഞ്ഞി ശ്രീകുട്ടിക്ക് കൊടുത്തു തുടങ്ങി. പുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കിയതല്ലാതെ മറ്റൊരു മുഖവും അവനിലില്ലായിരുന്നു. ആ സമയം മിത്തുവും സതിയും ശ്രീകുട്ടിനെ വഴക്ക് പറയുന്ന തിരക്കിലായിരുന്നു. കഞ്ഞി തീർന്നതും അവളുടെ വാ തുടച്ചു കൊടുത്തുകൊണ്ട് നിവി ബാക്കി മെഡിസിൻ വാങ്ങാൻ പുറത്തേക്ക് പോയി. ഒപ്പം ശ്രീയും. സതിയമ്മ ശ്രീകുട്ടിയുടെ തലയിലൂടെ തടവിക്കൊണ്ട് അവളെ നേരെ കിടത്തി. ഇവിടെ അഡ്മിറ്റ് ആയിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. വലത് കൈക്ക് ഫ്രാക്ചർ ഉണ്ട്. ഇടതുകാലിന് ചെറിയൊരു മുറിവ്. ഹെഡ് ഇഞ്ചുറി ആയിരുന്നു സീരിയസ്. ഒരാഴ്ചയോളം ICUവിൽ തന്നെയായിരുന്നു. ഇടയ്ക്കിടെ ഓർമ്മ വന്നിട്ട് മറഞ്ഞു പോകുന്ന പോലൊരവസ്ഥ. തന്റെ അപകടം എല്ലാവരെയും എങ്ങനെ ബാധിച്ചു എന്നറിഞ്ഞത് റൂമിലേക്ക് മാറ്റിയതിന്റെ അന്നാണ്. കരഞ്ഞും നിലവിളിച്ചും പരാതിയുമായി എല്ലാവരും ചുറ്റും കൂടി നിന്നപ്പോൾ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടു നടന്ന പകയും വൈരാഗ്യവും ഒന്നും തന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ആ നിമിഷം താൻ അവരുടെ പഴയ ശ്രീകുട്ടി മാത്രമായിരുന്നു. അല്ലെങ്കിൽ മരണത്തിന്റെ മുഖത്ത് തിരിച്ചു വന്ന തനിക്ക് ആരോട് എന്ത് പക തോന്നാനാണ്? പിന്നീടുള്ള 1 മാസം തിരിച്ചറിവിന്റെ കാലഘട്ടമായിരുന്നു. അതിന്റെ തുടക്കം ഇസയുടെ ഭാര്യ തന്നെ കാണാൻ വന്നിരുന്നതാണ്. ഒരിക്കൽ നിവിയാണ് അവളുടെ ഭർത്താവിനെ തീർത്തതെന്ന് ആണയിട്ട് പറഞ്ഞവൾ അന്ന് വന്നത് തന്റെ നിവിച്ചന്റെ നിരപരാധിത്വം തന്നെ ബോധിപ്പിക്കാനായിരുന്നു. അവളുടെയും ഇസയുടെയും ലവ് മാരേജ് ആയിരുന്നു പോലും. ഇരു വീട്ടുകാരുടെയും എതിർപ്പ് നല്ലോണം ഉണ്ടായിരുന്ന ഒരു കല്യാണം. സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിച്ചിരുന്ന ഇബ്രാഹിം ഹാജിയുടെ മോള് പുള്ളി നടത്തിയിരുന്ന യതീംഖാനയിലെ പയ്യനെ കെട്ടിയത് ആൾക്ക് സഹിക്കാൻ കഴിയുന്നതിന് മുകളിലായിരുന്നു. ആവും വട്ടം അവളെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ പള്ളിയുടെ സഹായം തേടി ഇസയെ കെട്ടുകയായിരുന്നു. അതിന്റെ വാശിക്ക് അയാളും സഹോദരങ്ങളും കൂടി ചേർന്ന് നടപ്പാക്കിയ ആക്സിഡന്റിന് ഇടയാവുകയായിരുന്നു ഇസ്ഹാക്ക്. മരണക്കിടക്കിൽ വെച്ച് അവളുടെ ഉമ്മ നടത്തിയ വെളിപ്പെടുത്തൽ പാവം തകർന്നു പോയിരുന്നു. തന്റെ ഇസയെ തീർത്തവരെ നിയമത്തിന് മുന്നിലെത്തിക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിലാണ് ശ്രീ അവരെ കാണാൻ ചെല്ലുന്നത്. പിന്നെയൊക്കെ ശ്രീയുടെ മേൽനോട്ടത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് നടന്നത്. ഷർമിയെ ഇതിനൊക്കെ ഒപ്പം നിന്ന് സഹായിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ ശ്രീ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ. ശ്രീകുട്ടിയുടെ മുന്നിൽ നേരിട്ട് വന്ന് ഇസയുടെ മരണത്തിന് പുറകിലുള്ള കാരണങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവുകളുമായിട്ടാണ് ഷർമി ശ്രീകുട്ടിയെ കാണാൻ വന്നതും. താൻ ചിന്തിച്ചു വെച്ചിരുന്നതിലെ ഏറ്റവും വലിയ നുണയാണ് ഇത് എന്നുള്ള തിരിച്ചറിവ് കുറച്ചൊന്നുമല്ല ശ്രീകുട്ടിയെ തകർത്തു കളഞ്ഞത്. ഏറെ നേരമെടുത്തു അവൾ ആ സത്യങ്ങൾ അംഗീകരിക്കാൻ. ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങും മുന്നേ ഷർമി ശ്രീകുട്ടിക്ക് അരികിലേക്ക് വന്നു. ശ്രീകുട്ടി, അങ്ങനെയായിരുന്നില്ലേ ഇസ വിളിച്ചിരുന്നത്? ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടയ്ക്കാതെ അവൾ തല കുലുക്കി. ഇസ മാരീഡ് ആണെന്ന് ശ്രീകുട്ടിക്ക് അറിയാമായിരുന്നോ? ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു. പതിഞ്ഞ സ്വരം ഷർമി കേട്ടു. ആ മൂളലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും ഒരുപോലെ അറിയാമായിരുന്നതുകൊണ്ട് കൂടുതലൊന്നും ചോദിക്കാനും പറയാൻ നൽകാതെ ഷർമിയെ സുഹൃത്തും മുറിവിട്ടുപോയി. ഉള്ളിൽ തിളച്ചു പൊങ്ങിയ കുറ്റബോധം കണ്ണുനീരായി ഒഴുകി തുടങ്ങിയപ്പോഴാണ് കാണുന്നത് വാതിൽക്കൽ ഒക്കെ കേട്ട് തന്നെ നോക്കി നിൽക്കുന്ന തന്റെ നിവിച്ചനെ. ഓടിപ്പോയി ആ കാലിൽ വീണു മാപ്പ് പറയാൻ
അപ്പൊ തോന്നി. കാരണം 1000 തവണ അവനെ പല പേരും വിളിച്ച് ആക്ഷേപിച്ചിട്ടുണ്ട് താൻ. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടം കൊണ്ടങ്ങ് തീരുമെന്ന് പോലും തോന്നി അവൾക്ക്. അതിൽ നിന്നും എല്ലാം ഒരു ആശ്രയം പോലെ അവൾ ആദ്യം തേടിയത് സതിയമ്മയുടെ മടിത്തട്ടായിരുന്നു. അമ്മയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു കിടന്ന് എത്ര നേരം അലറിക്കരഞ്ഞു എന്നറിയില്ല. ഏങ്ങലടി കൂടിയപ്പോൾ സ്റ്റിച്ച് മുറുകി ചോര വന്നു തുടങ്ങി. അവസാനം ഡോക്ടർ സെഡേഷൻ കൊടുത്താണ് മയക്കി കിടത്തിയത്. പിന്നെയുള്ള 2 ദിവസം അവൾ ആരോടും മിണ്ടിയില്ല. താൻ മൊത്തത്തിൽ ഡിപ്രഷനിലോട്ട് പോകുന്നു തോന്നിയതും സതിയമ്മ ഡോക്ടറിനോട് പറഞ്ഞ് തനിക്ക് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടി. ഡോക്ടർ അമല ശരിക്കും പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ മാലാക. ആദ്യത്തെ 1-2 തവണ മാഡത്തോട് ഞാൻ ഒട്ടും മിണ്ടിയിരുന്നില്ല. എല്ലാവരും ഹോപ്പ് വിട്ടു തുടങ്ങി. അന്ന് രാത്രി സതിയമ്മ തന്റെ ബെഡിൽ വന്ന് കിടന്നു. തന്റെ നെറ്റിയിൽ പതിയെ തലോടിക്കൊണ്ട് കുഞ്ഞിലെ ഞാൻ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നായി പറഞ്ഞു തുടങ്ങി. അപ്പോ അതിന്റെ അറ്റം പിടിക്കാനെന്നപോലെ അച്ഛൻ വന്നു. പുറകെ ശ്രീയേട്ടനും. ചിരിക്കാനായി മിത്തുവും കൂടി കൂടിയതോടെ അവിടെ ആകെ ബഹളമായി. ഇതിനിടയിൽ പുട്ടിന് പീര പോലെ 2 കുരുപ്പുകളും. അവരെ നോക്കാൻ പാടുപെടുന്ന നിവിച്ചൻ. ചിരിയും ബഹളവും കളിയാകലും ഒക്കെ ആയപ്പോ താനും മറുത്തു പറയാൻ തുടങ്ങി. അവസാനം ബഹളം കാരണം നഴ്സിംഗ് സ്റ്റാഫിന് വന്ന് എല്ലാവരെയും ഇറക്കി വിടേണ്ടി വന്നു. അത്രയ്ക്കും കോലാഹലമായിരുന്നു. എല്ലാരും പോയപ്പോൾ താനും അമ്മയും നിവിച്ചനും മാത്രമായി. പിന്നെയും ഒറ്റപ്പെടൽ തോന്നി തുടങ്ങി. ആ നേരം അമ്മ അരികിൽ വന്നിരുന്നു. എന്തു പറ്റിയടാ, വയ്യേ എന്റെ മോൾക്ക്? ഒന്നുമില്ല. അമ്മയെ തന്നിൽ നിന്നും മുഖം മാറ്റി ഫാനിൽ നോക്കി കിടന്നു. എല്ലാരും പോയപ്പോ സങ്കടായോ അമ്മയുടെ മോക്ക്? കണ്ണു നിറച്ച് അതേന്ന് തലയാട്ടി. ഞങ്ങളെല്ലാം എന്നും നിനക്കൊപ്പം ഉണ്ടായിരുന്നു ശ്രീകുട്ടി. നീയാണ് ഞങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയത്. അമ്മേ അത് അമ്മയ്ക്കറിയാം മോളെ, നിനക്ക് നിന്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ഒരു കാരണവും നിന്റെ കുടുംബത്തിലും വലുതായിരുന്നില്ല മോളെ. അമ്മയോ നിവിയോ ശ്രീയോ വിചാരിച്ചാൽ നിന്റെ കാരണങ്ങൾക്കൊക്കെ ന്യായീകരണം തരാൻ സാധിക്കും. പക്ഷെ ഞങ്ങളെക്കാൾ അധികം നിന്നെ അറിഞ്ഞ് കാര്യങ്ങൾ കേൾക്കാനും മറുപടി പറയാനും സാധിക്കുക അമല ഡോക്ടർക്കാവും. അതുകൊണ്ട് മോള് നാളെ അമല വരുമ്പോ ആ കുട്ടിയോട് മനസ്സിൽ തോന്നുന്നതൊക്കെ സംസാരിക്കണം. അമ്മേ, മോൾക്ക് അമ്മയെ വിശ്വാസമില്ലേ? അപ്പൊ മോള് അമ്മ പറയുന്നത് കേൾക്കണം. സമ്മതം പറയുമ്പോൾ തന്റെ സമ്മതം തന്നെക്കാൾ ആഗ്രഹിച്ചൊരു മുഖത്ത് സമാധാനം നിറയുന്നത് ഒളികണ്ണാലെ അവൾ കാണുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം അമല ഡോക്ടർ പിന്നെയും വന്നു. ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം വന്നിരുന്നവർ പിന്നങ്ങോട്ട് നിത്യസന്ദർശകയായി. കാരണം അപ്പോഴേക്കും അവർ തമ്മിലൊരു സൗഹൃദം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. തലയിലുള്ള മുറിവ് അല്പം ആഴത്തിലുള്ളായിരുന്നുകൊണ്ട് ഡിസ്ചാർജ് ഡേറ്റ് നീങ്ങിപ്പോയി. ആരും അതിലോട്ട് ധൃതി കാണിച്ചതുമില്ല. അമലയോട് സംസാരിക്കാൻ തുടങ്ങിയതിനു ശേഷം ശ്രീകുട്ടിയുടെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ എല്ലാവരും കാണാൻ തുടങ്ങി. അതിലേറ്റവും വലുത് കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതുമാണ് സത്യമെന്നുള്ള വിശ്വാസം അവൾ മാറ്റി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു. ആ വിശ്വാസം പുനഃപരിശോധിക്കാൻ തുടങ്ങിയതോടെ ഉള്ളിൽ പതിഞ്ഞുപോയ പല കാര്യങ്ങളും ഒരു ചോദ്യചിഹ്നം പോലെ അവൾക്കുള്ളിൽ കിടന്ന് തിളച്ചുമറിയാൻ തുടങ്ങി. തന്റെ വേവലാതി ശ്രീകുട്ടി അമലയോട് പങ്കുവച്ചു. അതായിരുന്നു അമലയ്ക്കും ആവശ്യം. ആരെപ്പറ്റിയാണ് മനസ്സിൽ ചോദ്യങ്ങൾ ഉയർന്നത് അത് ആ വ്യക്തിയോട് തന്നെ ചോദിച്ചറിയാൻ പറഞ്ഞു. ആദ്യം അത് അംഗീകരിച്ചില്ലെങ്കിലും സതിയമ്മ കൂടി സപ്പോർട്ട് ചെയ്തപ്പോ ഓരോരുത്തരോടായി താൻ സംസാരിക്കാൻ തുടങ്ങി. അമ്മയിൽ നിന്നായിരുന്നു തുടക്കം. അത് പിന്നെ അച്ഛൻ, മിത്തു, സിത്തുവേട്ടൻ, അങ്ങനെ എല്ലാവരിലേക്കും പടർന്നു. പിണങ്ങിയും കരഞ്ഞും ബഹളമുണ്ടാക്കിയും ഉള്ളിലുള്ള എല്ലാ മാന്യങ്ങളും അവരിൽ കൊട്ടിത്തീർന്നു. പക്ഷെ ഒക്കതിന്റെ അവസാനം എല്ലാവർക്കും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. അതിൽ പലതും അവരുടെ സമയത്തെ ആ സിറ്റുവേഷനെ ജസ്റ്റിഫൈ ചെയ്യുന്നതുമായിരുന്നു. അതോടെ അമ്മയോടും അച്ഛനോടും മിത്തുവിനോടും ഏട്ടനോടും ഒക്കെയുള്ള ദേഷ്യം മാറി. പിന്നെയായിരുന്നു ഏറ്റവും വലിയ കടമ്പ നിവിച്ചൻ. അമല ഡോക്ടറും വീട്ടുകാരും എത്ര സപ്പോർട്ട് തന്നിട്ടും എന്തോ നിവിച്ചനോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടുന്നുണ്ടായിരുന്നില്ല. 3-4 തവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അവസാനം നിവിച്ചൻ തന്നെ അവളെ തേടിയെത്തി. അപ്പോ കാണാവേ. അടുത്ത ഭാഗവുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോ ഇത് കേൾക്കുകയും വായിക്കുകയും ചെയ്ത എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൂടി കൂടെ കൂടണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എല്ലാം. അപ്പം അടുത്ത ഭാഗവുമായിട്ട് കാണാം.